പിൻട്രസ്റ്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ജസ്റ്റ് ഫോട്ടോസ് ഡൗൺലോഡ് ആക്കാനും വീഡിയോ ഡൗൺലോഡ് ആക്കാനും അതുപോലെ സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട് മാത്രമാണ്. ബട്ട് അതൊന്നുമല്ല, നമുക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്ന് കുറച്ച് കമന്റ്സ് ആണ്, ഈ ഒരു വീഡിയോ ആയിട്ട് ആർക്കെങ്കിലും ഏണിങ്സ് കിട്ടിയിട്ടുണ്ടോ, അല്ലെ ഇതൊക്കെ റിയൽ ആണോ? ഗൈസ്, നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഏണിങ്സ് പിൻസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് പ്രൊഫൈലും ചെക്ക് ചെയ്താൽ മാത്രം മതി. അതിന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വെറും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, നമുക്ക് ഒരുപാട് സജഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ പിൻട്രസ്റ്റ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സജഷൻ വന്നിട്ടുള്ള കാര്യമാണ്. ബ്രോ, ക്ലൗഡ് AI അല്ലെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ബട്ട് ഈ ഒരു വീഡിയോ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു ലാൻഡിംഗ് പേജ് വരെ നമ്മുടെ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ആക്കാൻ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അതായത് നമ്മുടെ ക്ലൗഡ് AI യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സീക്രട്ട് AIയും കൂടെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ ആ ഒരു AI നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോകുന്നുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ഫ്രണ്ട്സ് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയിൽ ലൈക്ക് കൊടുക്കാനും മറക്കാൻ. നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. ഗൈസ്, നമ്മളിവിടെ മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കുന്നത് 4 ടോപ്പിക്സ് മാത്രമാണ്. ഒന്ന്, നീഷ് സെലക്ഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്യണം. നമ്മൾ വെറുതെ ടോപ്പിക് സെലക്ട് ചെയ്താൽ മാത്രം പോരാ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം വെബ്സൈറ്റ് ക്രിയേഷൻ, അതായത് ലാൻഡിംഗ് പേജ് ക്രിയേഷൻ. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാടധികം, അതായത് ഒരു പേജിൽ തന്നെ ഒരുപാടധികം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ഒരു പേജിൽ വെറും ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. ആൻഡ് സ്റ്റെപ്പ് 3, പിൻട്രസ്റ്റ് SEO, അതായത് നമുക്ക് പിൻട്രസ്റ്റിൽ നമ്മുടെ സംഭവങ്ങൾ എങ്ങനെ പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. സോ അതും നമ്മൾ AI സൈഡോട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇമേജ് ജനറേഷൻ. ഇത് നമ്മൾ ക്ലൗഡ് AI അല്ലെങ്കിൽ ജെമിനി യൂസ് ചെയ്യാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫുള്ളായിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു അക്കൗണ്ട് ആണ്. അപ്പോൾ പെട്ടെന്ന് വന്നാൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. വായോ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി എല്ലാവർക്കും അറിയാലോ, സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ കയറുമ്പോൾ തന്നെ ഒരു ഗൂഗിൾ അക്കൗണ്ട് കളഞ്ഞ് സൈനപ്പ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? ഇത് ബിസിനസ് അക്കൗണ്ട് ആക്കണം. സോ അതാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നത്. നിങ്ങൾക്ക് ഇത് മൊബൈലിലും ചെയ്യാം, ലാപ്ടോപ്പിലും ചെയ്യാം, ടാബ്ലറ്റിലും ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ടാബ്ലറ്റിലാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മൊബൈലുമായിട്ട് കുറച്ച് സാമ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ബിസിനസ് അക്കൗണ്ട് ആക്കാനായിട്ട് നേരെ നിങ്ങൾ പ്രൊഫൈലിലേക്ക് വരാം. അതിന് നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ്, അക്കൗണ്ട് മാനേജ്മെന്റ്, പ്രൊഫൈൽ യൂസിബിലിറ്റി എല്ലാ സംഭവം കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നേരെ നിങ്ങൾ അക്കൗണ്ട് മാനേജ്മെന്റ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മൾ നേരെ ഇനി ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ളത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. സോ ബിസിനസ് അക്കൗണ്ട് കൺവേർട്ട് ആക്കാനായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്കിന് ശേഷം കാണാൻ പറ്റും കൺവേർട്ട് അക്കൗണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആഡ് യുവർ പ്രൊഫൈൽ നെയിം ആണ്. സോ എൻ്റെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നത് ഹെൽത്ത് ബൈ അബി എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. അതിനുശേഷം നിങ്ങൾ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. സോ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ വെബ്സൈറ്റ് കൊടുക്കാനായിട്ട് പോകുന്നില്ല. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നെക്സ്റ്റ് അല്ലെങ്കിൽ നോ വെബ്സൈറ്റ് എറ്റ്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കാണാൻ പറ്റും നമ്മൾ എന്തിനാണ് ഈ ഒരു ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഞാൻ അവിടെ കൊടുക്കുന്നത് പബ്ലിഷർ ഓർ മീഡിയ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന നെക്സ്റ്റ് അടിക്കുകയാണ്. പിന്നെന്താണ്, വുഡ് യു എവർ ബി ഇൻട്രസ്റ്റഡ് ഇൻ റണ്ണിങ് ആഡ്സ് ഓൺ പിൻട്രസ്റ്റ്. എന്താണ്, നമ്മളതിൽ പൈസ ഇല്ല, നമ്മൾ 0 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഐ ആം നോട്ട് ഷുവർ ആയിട്ട് അതിന് നെക്സ്റ്റ് അടിക്കുകയാണ്. ഗൈസ്, നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആയി തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കൗണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓരോ കാറ്റഗറി എല്ലാ സംഭവം കാണാൻ പറ്റും. പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ ഹബ് എന്ന് പറയുന്ന സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇടുന്ന റീൽസും അതായത് ഫോട്ടോസും എല്ലാത്തിലും എത്ര വ്യൂസ്, നമ്മുടെ പ്രൊഫൈൽ എത്ര പേര് കണ്ടു, ലാസ്റ്റ് 30 ഡേയ്സിലെ എല്ലാ സംഭവവും കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിൻട്രസ്റ്റിൽ അപ്ലോഡ് ആക്കുന്ന ഫോട്ടോസും വീഡിയോസിനും നമ്മൾ റീൽസ് എന്നോ ഷോർട്സ് എന്നോ പറയാറില്ല. നമ്മൾ പറയുന്ന സംഭവമാണ് പിൻസ്. നമ്മൾ അവിടെ അപ്ലോഡ് ആക്കുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ഒറ്റ പേരെ പറയുന്നുള്ളൂ, പിൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പിൻട്രസ്റ്റ് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ അല്ല, ഗൂഗിളിനെ കണക്കാത്ത തന്നെ ഒരു സെർച്ച് എഞ്ചിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് ട്രെൻഡിങ് ഉള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ചൂസ് ചെയ്ത ഹെൽത്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫ്കോഴ്സ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടായാലും ഈ ഒരു സംഭവം ഒട്ടും ഔട്ട് ആവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് ഹെൽത്ത് ഞാൻ ചൂസ് ചെയ്യുള്ളത്. ബ്രൗസറോ എന്തെങ്കിലും നിങ്ങൾ ബ്രൗസറിലെയും കാര്യങ്ങളൊക്കെ പോവാം. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് നമ്മുടെ പിൻട്രസ്റ്റ് ട്രെൻഡ് നിങ്ങൾ അടിക്കുക. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ പിൻട്രസ്റ്റ് ട്രെൻഡ്സ് നിങ്ങൾ അടിക്കുക. അപ്പോൾ ഇതേക്കും കാണാൻ പറ്റും. അതായത് ഗൂഗിളിൽ പോയതിനു ശേഷം പിൻട്രസ്റ്റ് ട്രെൻഡ്സ് അടിച്ചാൽ ടോപ്പ് വരുന്ന വെബ്സൈറ്റ് ആണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ പിൻട്രസ്റ്റിൽ ട്രെൻഡിങ് ആയുള്ള സംഭവം എന്താണെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ട്രെൻഡ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ കീവേഡ്സ് എല്ലാ സംഭവം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ചൂസ് ചെയ്യുന്നത് ഹെൽത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റീജിയൻ നോക്കുമ്പോഴത്തേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അത് നിങ്ങൾ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ പറ്റും. ഇവിടെ കാണാം അനിമൽസ്, അഗ്രികൾച്ചറൽ, ബ്യൂട്ടി, എഡ്യൂക്കേഷൻ, ഇതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കറന്റ് എന്തൊക്കെയാണ് ട്രെൻഡിങ് ആണ് കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റും ഫുഡാണ് ട്രെൻഡിങ്, പിന്നെ വെക്കേഷൻ ഔട്ട്ഫിറ്റ് ട്രെൻഡിങ് ആണ്, ഡെക്കറേഷൻ ട്രെൻഡിങ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ട
ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കീവേഡ് ആഡാക്കാൻ പറ്റുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ആക്കിയുള്ളത് ഹെൽത്ത് ആണ്. അപ്പോൾ ഹെൽത്തിനായിട്ട് എനിക്ക് ഇനി ഒരു അനാലിസ് ചെയ്യണം, നീഷ് അനാലിസിസ് എല്ലാ സംഭവം ചെയ്യാനായിട്ടുണ്ട്. ഏത് പ്രോഡക്റ്റ് അപ്ലോഡ് ആക്കും എല്ലാ സംഭവം ചെയ്യാനായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നീഷ് അനാലിസിസ് ആണ്, അതായത് ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ അപ്ലോഡ് ആക്കേണ്ടത്. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോംപ്റ്റ് തരാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ തയ്യാറാക്കിയുള്ള കുറച്ച് പ്രോംപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുണ്ട്, അതായത് കുറച്ച് വലുതാണ്, ഇവിടെ കാണാൻ പറ്റും. ഇത്രയും പ്രോംപ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് 4 കാറ്റഗറിക്കായിട്ട് 4 പ്രോംപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പിൻട്രസ്റ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കൊടുത്തുള്ള ഹെൽത്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിസിഷൻ ബൂസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോംപ്റ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ഫസ്റ്റ് പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ പിൻട്രസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് ഇൻ ദ വെയിറ്റ് ലോസ് നിഷ്. ബിഫോർ ഐ ബിഗിൻ ഐ നീഡ് എ കോംപ്രഹെൻസീവ് അപ് ടു ഡേറ്റ് അനാലിസിസ് ദിസ് നിഷ് ഇൻ 2026. ഇവിടെ കാണാൻ പറ്റും കറണ്ട് മാർക്കറ്റ് ട്രെൻഡ്, പ്രോബബിലിറ്റി അനാലിസിസ്, ടാർഗറ്റ് ഓഡിയൻസ്. സോ ഇതെല്ലാം നമ്മൾ ക്ലൗഡ് AI എന്ന് പറഞ്ഞ ഒരു AI ഉണ്ട്. സോ ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ക്ലൗഡ് AIയിലേക്കാണ്. ക്ലൗഡ് AIയിലേക്ക് പോയതിനു ശേഷം നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാ സംഭവം വരുന്നുണ്ട്. സോ ക്ലൗഡ് AI അനാലിസ് ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് ട്രെൻഡിങ് ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആമസോൺ അഫിലിയേറ്റിന്റെ ആണ്. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ബാങ്ക്, അതുപോലെ ഡിജി സ്റ്റോർ പോലുള്ള നല്ല നല്ല ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോഡക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിക്ക് ബാങ്ക് ഫ്രീ ആണ്, ഡിജി സ്റ്റോർ ഫ്രീ എല്ലാം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ക്ലൗഡ് അനാലിസ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ ഇത് വന്നതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഗൈസ്, അങ്ങനെ നമുക്ക് ക്ലൗഡ് എല്ലാം റിസർച്ച് ചെയ്ത് തന്നിട്ടുണ്ട്, കാണാൻ പറ്റും എന്തൊക്കെയാണ് റിസർച്ച് ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ നേരെ ChatGPT കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അനാലിസ് ചെയ്ത് തരില്ല. സോ നമ്മൾ നേരെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും പിൻട്രസ്റ്റ് വെയിറ്റ് ലോസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് 2026 നീഷ് അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സംഭവം കാണാൻ പറ്റും. ഓക്കെ, റീഡ് ദ ഫസ്റ്റ് എന്ന് കിടക്കുന്നുണ്ട്. ബട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മാത്രമാണ്. സോ ഇവിടെ കാണാൻ പറ്റും ഫാസ്റ്റ് ഗ്രോയിങ് ട്രെൻഡ്, സെർച്ച് ബിഹേവിയർ, ദ മൈക്രോസോഫ്റ്റ് ഷിഫ്റ്റ് ഇതൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് നമുക്ക് എന്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അഫിലിയേറ്റ് ഉള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി. അഫിലിയേറ്റ് കമ്മീഷൻ നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാണാൻ പറ്റുന്നതായിരിക്കും എന്തൊക്കെയാണുള്ളതെന്ന്. സോ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ GPL 1 കമ്പനി ന്യൂട്രീഷൻ ഈ സംഭവം കോപ്പി ചെയ്യുന്നുണ്ട്. ഈ സംഭവം കോപ്പി ചെയ്യുന്ന നിങ്ങൾക്ക് ക്ലിക്ക് ബാങ്ക് പോലുള്ള സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഞാനിവിടെ ക്ലിക്ക് ബാങ്ക് യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കുറവ് എളുപ്പമായിട്ട് തോന്നുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ബട്ട് ക്ലിക്ക് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കമ്മീഷൻ ലാഭമായിട്ട് കിട്ടുന്നതായിരിക്കും, അത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് നേരെ ആമസോൺ അഫിലിയേറ്റിലേക്ക് പോവാം. ആമസോൺ അഫിലിയേറ്റിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ഈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കണം. ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതേ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഏതൊരു സംഭവമാണ് എടുക്കുന്നത് അതിന്റെ ആ ഒരു പ്രോംപ്റ്റ് മാത്രം ചേഞ്ച് ആക്കിയാൽ മതി. അതിനുശേഷം സെർച്ച് ബാർ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പ്രോഡക്റ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിൽ വരുന്നത് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് സംഭവം. കാരണം നമ്മുടെ നീഷ് എന്താണ്, ഫാറ്റ് ലോസ് ആണ്. സോ ഫാറ്റ് ലോസിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടത് കാണാൻ പറ്റും. ഇത് ഫാറ്റ് ലോസും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് എടുക്കാനായിട്ട് പോവാണ്. സോ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആകാത്ത ഫ്രണ്ട്സ് വേഗം പോയിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോവാം. അതിനുശേഷം അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കും. ദെൻ ബാക്കി കണ്ടിന്യൂ ചെയ്തോ. സോ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും കോപ്പി അസോസിയേറ്റ് ലിങ്ക്. ഇതാണ് എൻ്റെ അഫിലിയേറ്റ് ലിങ്ക്. നേരെ ഇനി ഞാൻ എന്താണ്, ഇനി അടുത്ത പ്രോംപ്റ്റ് എടുക്കാനായിട്ട് പോവാണ്. കാരണം ഞാൻ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി. നെക്സ്റ്റ് വേണ്ടത് ഒരു വെബ്സൈറ്റ് ആണ്. ആൾക്കാർ വെബ്സൈറ്റ് ലോഞ്ച് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇന്റർവ്യൂസ് വേണം. ലൈക്ക് പ്രൊഫഷണൽ ആൾക്കാർ ക്രിയേറ്റ് ആക്കാൻ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ സെയിൽസിലുള്ള ചാൻസ് കൂടുതലുള്ളൂ. ഓക്കെ, സോ നമ്മൾ നേരെ അഫിലിയേറ്റ്, അതായത് ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ അഫിലിയേറ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെബ്സൈറ്റ് ആണ്. സോ നമുക്ക് നേരെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കാണ്ട് പോകാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കാനായിട്ട് ഒരു പ്രോംപ്റ്റ് ഉണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കാനുള്ള പ്രോംപ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ എല്ലാ സംഭവവും ഇവിടെ കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റും ലാൻഡ് ഇമേജ് പ്രോംപ്റ്റ്, യു ആർ ആൻ അവാർഡ് വിന്നിംഗ് UI UX ഡിസൈനർ എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ച് തന്നെ നമുക്ക് ആ ഒരു ക്ലൗഡ് AI ആ ഒരു HTML കോഡും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരും. ദെൻ നമ്മൾ HTML കോഡ് എടുത്തതിന് ശേഷം വേറൊരു സീക്രട്ട് AIയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു AI ആണ് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് തരുന്നത്. ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക, പിൻട്രസ്റ്റ് അപ്ലോഡ് ആക്കുക, ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഞാൻ കൊടുത്തത് എന്റെ അഫിലിയേറ്റ് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മാറ്റി നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കണം. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കാരും കമ്മീഷൻ കയറുന്നത്. നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് തന്നിട്ടുണ്ട്. സോ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. അടിപൊളി സാധനം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അത് വെബ്സൈറ്റിന്റെ HTML കോഡാണ്. ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ കാണാം എന്താണ് കുക്കി സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. സോ ഇവിടെ അക്സെപ്റ്റ് കൊടുക്കാം. ആൻഡ് ഇവിടെ കാണാൻ പറ്റും ഇവിടെ സ്മാൾ ഹാബിറ്റ്സ് റിയൽ റിസൾട്ട്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെറ്റ് യു ഫ്രീ 7-day മീൽ ഇവിടെ എല്ലാം കാണാൻ പറ്റും. ബ്രീത്ത് ഔട്ട് ഇതെല്ലാം കാണാൻ പറ്റും. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവവും നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫോണിൽ നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ കാണുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും ദ ഫണ്ടമെന്റൽ എക്സ്പ്ലെയിൻഡ് സിംപ്ലി. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടാ ടോപ്പ് വരുന്നുണ്ടാ.
അടിപൊളി സംഭവമാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് മാറ്റേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രോംപ്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഒരു അടിപൊളി ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് അതിനെ ക്രിയേറ്റ് ആക്കി അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രീ 7 ഡേ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവം യൂസറിന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗെറ്റ് ദ ഫുൾ പ്രിന്റബിൾ പ്ലാൻ. ഇതുവഴി തന്നെ നിങ്ങൾക്ക് ഇമെയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും ഞാൻ ആടാക്കിയുള്ളത് ഗെറ്റ് ദ ഫുൾ പ്രിന്റബിൾ പ്ലാൻ. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാർക്ക്, അതായത് കസ്റ്റമറിന് ഇവിടെ നെയിം ടൈപ്പ് ചെയ്യണം, ഇമെയിൽ ടൈപ്പ് ചെയ്യണം. സെൻഡ് പ്ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം, അതായത് അവരുടെ ഇമെയിലും കാര്യങ്ങളൊക്കെ എന്റെ ഇമെയിൽ വരുന്നതായിരിക്കും. അങ്ങനെ എനിക്ക് അവർക്ക് ഇമെയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ മൂവ്മെന്റ് ദാറ്റ് ഫിറ്റ്നസ് യുവർ ലൈഫ്, ഇതെല്ലാം സംഭവം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കാണാം എന്താണ് ചെക്ക് ലേറ്റസ്റ്റ് പ്രൈസ്, ഇതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ഓപ്പൺ ആക്കുന്നതായിരിക്കും. ഇവിടെ കണ്ട ഡിജിറ്റൽ വെയിറ്റ് സ്കെയിൽ കണ്ട, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ, നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും ആമസോൺ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം എന്താ നമ്മുടെ പ്രോഡക്റ്റും വരുന്നതായിരിക്കും. സോ ഇങ്ങനെയായിരിക്കും ഒരു കസ്റ്റമർ കിട്ടുന്നത്. താഴെ വേറെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവം നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഒറ്റ പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഈ ഒരു കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോഡ് നിങ്ങൾ കോപ്പി ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു സീക്രട്ട് ആയി എടുക്കാനായിട്ട് പോകുന്നത്. സീക്രട്ട് ആയി വേറെ ഒന്നുമല്ല, പേര് മാനസ് എന്നാണ്, MANUS. വൺ ഓഫ് ദ ബെസ്റ്റ് AI ടൂൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സംഭവവും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഡെയിലി നിങ്ങൾക്ക് 300 ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. എനിക്ക് ഏകദേശം 216 ആയിട്ടുണ്ട്. ക്രെഡിറ്റ് തീർന്നാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ എന്റെ സംഭവം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെ ഇവിടെ ക്രിയേറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓർഡർ കൊടുത്താൽ മതി. പുള്ളിക്കാരൻ വെബ്സൈറ്റുകളെ ക്രിയേറ്റ് ആക്കിയിട്ട് നമുക്ക് എന്നൊരു ലിങ്ക് തരുന്നതായിരിക്കും. സെൻഡ് ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറെ ടൈം എടുക്കും. നമ്മുടെ ക്ലൗഡ് കണക്കിന് കുറെ ടൈം എടുക്കും. നിങ്ങൾക്ക് ഇത് അനാലിസ് ചെയ്ത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ രൂപത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും മാനസീസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് അത് കമ്പ്യൂട്ടർ രൂപത്തിലൊക്കെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റുകളെ കിട്ടുന്നതായിരിക്കും. ബാക്കി ക്രിയേറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി സംഭവമാണ്. സോ വീഡിയോ ലൈക്കുകളാ കൊടുക്കുക. ഫൈനലി ദ വെബ്സൈറ്റ് ഈസ് റെഡി. കേസ് കണ്ടോ, അതേ സംഭവം തന്നെയാണ്. ഞാനിവിടെ കുറെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാനസ് അതനുസരിച്ച് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് തന്നിട്ടുണ്ട്. തേർഡ് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, കുറച്ച് കറങ്ങി വരും. ഇപ്പോൾ വന്നു. ഇതാ കാണാൻ പറ്റും ന്യൂട്രീഷൻ, അതുപോലെ ഫിറ്റ്നസ്, മീൽ പ്ലാൻ, അതുപോലെ FAQ എല്ലാ സംഭവം ആടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. അവിടെ കാണാം സ്മാൾ ഹാബിറ്റ്സ്, റിയൽ റിസൾട്ട്. താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഇതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് നമുക്ക് അടിപൊളി വെബ്സൈറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ HTML കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ആക്കാൻ പറ്റും. അതുപോലെ കോഡ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിന്റെ ബാക്ക് അടിക്കുക, അതിനുശേഷം പബ്ലിഷ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. പബ്ലിഷ് കൊടുക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇതെല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പബ്ലിഷിനെ കൊടുക്കുകയാണ്, ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ കാണാം ഇതാണ് നമ്മുടെ ലിങ്ക്. ഓക്കെ, ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ സംഭവം നമുക്ക് Pinterest അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വെബ്സൈറ്റും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇത് നമുക്ക് ട്രെൻഡിങ് ആയുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഹെൽത്തിന്റെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഏത് പ്രോഡക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണ്ടത് Pinterestൽ നമ്മൾ ഇനി ഏത് ടൈപ്പ് ഓഫ് ടോപ്പിക് അപ്ലോഡ് ആക്കിയാലാണ് നമുക്ക് റീച്ച് കൂടുന്നത്. സോ Pinterest നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം എന്താണ് നമ്മുടെ കാറ്റഗറി എന്താണ്, വെയിറ്റ് ലോസ് ഒക്കെയാണ്. സോ അത് നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ബാറിൽ പോവുക. അതിനുശേഷം നമുക്ക് വെയിറ്റ് ലോസ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് വരുന്ന ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിൽ വരുന്ന എന്താണ്, ടോപ്പിൽ വരുന്ന നമുക്ക് ഏതെങ്കിലും ഓക്കെ ഇത് നമ്മൾ ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഒരു പ്ലാൻ ആണ്. അതുപോലെ തന്നെ അവരുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു പിക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാൻ വേറെ ഒന്നുമല്ല, നമുക്ക് ജസ്റ്റ് അനാലിസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ചെയ്യേണ്ടത് അടുത്ത പ്രോംപ്റ്റ് ഉണ്ട്. ആ ഒരു പ്രോംപ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എല്ലാം നമുക്ക് പ്രോംപ്റ്റാണ് ഉള്ളത്. പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഒരു സംഭവം നേരെ പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് സംഭവം കിട്ടുള്ളൂ. ഇനി നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ആ ടോപ്പിക് ഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി ട്രെൻഡിങ് ആയുള്ളൊരു പ്രോംപ്റ്റ് നമുക്കുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ എപ്പോഴാണ് അപ്ലോഡ് ആക്കാനുള്ള എല്ലാ സംഭവവും തരത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ. കോമ്പറ്റീഷൻ അനലൈസ് ആണ് ഈ പ്രോംപ്റ്റിന്റെ പേര്. യു ആർ എ Pinterest SEO എക്സ്പേർട്ട് ആൻഡ് Pinterest അനാലിസിസ് സ്പെഷ്യലൈസ്ഡ് ഇൻ 2026. ഐ വിൽ അപ്ലോഡ് എ സ്ക്രീൻഷോട്ട് ഓഫ് എ കോമ്പറ്റീവ് Pinterest പ്ലാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇതിന് കോപ്പി ചെയ്യാം. ഓക്കെ, വെയിറ്റ് കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ പോകുന്നത് ക്ലൗഡ് AI തന്നെയാണ്. കാരണം ക്ലൗഡ് AI തന്നെയാണ് ഈ ഒരു കാറ്റഗറി, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അത്യാവശ്യം നമുക്ക് സെറ്റായിട്ട് പോകുന്നത്. നമ്മുടെ ChatGPT-യെക്കാളും 10x ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗൈസ്, ഇവിടെ ഞാൻ പിക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സെൻഡ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ക്ലൗഡ് AI തന്നെ എല്ലാ സംഭവം സെൻഡ് ചെയ്യും. ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, യു ആർ എ Pinterest SEO എക്സ്പേർട്ട് ആൻഡ് Pinterest അനാലിസിസ് സ്പെഷ്യലൈസ്ഡ് ഇൻ 2026 Pinterest അൽഗോരിതം, SEO അനാലിസിസ്, ഡിസൈൻ അനാലിസിസ്, കോപ്പി റൈറ്റിംഗ് അനാലിസിസ്, ഓഡിയൻസ് അനാലിസിസ് എല്ലാ സംഭവം നമ്മൾ ക്ലൗഡിൽ കൊടുത്തിട്ടുണ്ട്. ക്ലൗഡിൽ
നമുക്ക് എല്ലാം അനാലിസ് ചെയ്തിട്ട് നെക്സ്റ്റ് കാറ്റഗറി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. അതായത് നമ്മൾ ഇനി അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് ഏട്ടൊക്കെ പിന്ന് കൊടുക്കണം എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഇതേ സംഭവം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ലാസ്റ്റ് ആയിട്ട് വേറൊരു പ്രോംപ്റ്റ് ഉണ്ട്. ആ പ്രോംപ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇമേജ് ജനറേഷൻ ആണ്. അതായത് ഇപ്പൊ ഇതുപോലത്തെ ഇമേജ് കാര്യമൊക്കെ നമുക്ക് എങ്ങനെ ജനറേറ്റ് ആക്കാൻ പറ്റും, അതും അടിപൊളിയായിട്ട് അത് നമുക്ക് ജെമിനി യൂസ് ചെയ്ത് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസ് ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. വേറെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഇമേജ് ക്രിയേഷൻ ആണെങ്കിൽ ജെമിനി പോലുള്ള അടിപൊളി ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ പിക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആയി കൊടുത്താൽ ജെമിനി തന്നെ നമുക്ക് ക്രിയേറ്റ് ആക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബൾക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ആക്കി തരുന്നതായിരിക്കും. ബാനസും ക്രിയേറ്റ് ആയി തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതും റെഡി ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, തന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം പിൻട്രസ്റ്റ് പിൻ അനാലിസിസ് 7 ഹെൽത്തി വെയിറ്റ് ലോസ് ടിപ്സ് ഫോർ ബിഗിനേഴ്സ്. സോ ഇവിടെ കാണാൻ പറ്റും എല്ലാ സംഭവം SEO അനാലിസിസ്. അതുപോലെ താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, ഞാൻ കാണിച്ചില്ല തന്നെ വേണ്ടതെന്ന്. താഴെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഓഡിയൻസുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കാണാനായിട്ട് പറ്റും. താഴെ സ്ക്രോൾ ചെയ്തിട്ട് കാണാൻ പറ്റും ക്രിയേറ്റ് എ ബെറ്റർ വേർഷൻ 10 ഇംപ്രൂവ്ഡ് പിൻട്രസ്റ്റ് ടൈറ്റിൽസ്. ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഇതാണ് നമുക്ക് ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് താഴോട്ട് പോയാൽ പിൻട്രസ്റ്റിന്റെ പിൻ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും, അത് കൊടുക്കണം. ദെൻ 10 ഓവർലേ ഐഡിയാസ്, അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോർഡിന്റെ സംഭവമാണ്. താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് വേറെ SEO റെക്കമെൻഡേഷൻസ്, അതുപോലെ റാങ്കിങ് സ്ട്രാറ്റജി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കീവേഡ്സ് ഒക്കെ ഇന്ന് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. സെൻഡ് മീ സം കീവേഡ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് തരുന്നതായിരിക്കും. ഓക്കെ, കീവേഡ്സ് ഫോർ പിൻട്രസ്റ്റ്, അത്രേ ഉള്ളൂ. സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അതായത് നമുക്ക് പിക്ക് ജനറേറ്റ് ആക്കണം. ഓക്കെ, പിക്ക് ജനറേറ്റ് ആക്കാനായിട്ട് വേറൊരു പ്രോംപ്റ്റ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിൻട്രസ്റ്റ് ഇമേജ് ജനറേഷൻ പ്രോംപ്റ്റ് ആണ്. ദിസ് ഈസ് എ പ്രോംപ്റ്റ് ഫോർ ഇമേജ് ജനറേഷൻ. ദ ആക്ച്വൽ വിഷ്വൽ അസറ്റ് ഫോർ പിൻട്രസ്റ്റ് ക്രിയേറ്റ് എ ഹൈ കവറിംഗ് പിൻട്രസ്റ്റ് പിൻ ഫോർ ദ വെയിറ്റ് ലോസ് നിഷ് വിത്ത് എ മോഡേൺ പ്രീമിയം ആൻഡ് ഐ കാച്ചിങ് ഡിസൈൻ ഒപ്റ്റിമൈസ്ഡ് ഫോർ. ഇതെല്ലാം കാണുന്നുണ്ട്, ഞങ്ങൾക്ക് വായിച്ചു തരുന്നില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് നേരെ നമ്മൾ പോകേണ്ടത് ജെമിനി അല്ലെങ്കിൽ മാനസിലേക്കാണ്. സോ എനിക്ക് ഒരു മെത്തേഡ് തോന്നുന്നുണ്ട്. മാനസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് പിക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ എനിക്കിപ്പോൾ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ. സെൻഡ് മീ ബൾക്ക് ഇമേജസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്ത് പിൻട്രസ്റ്റ് അപ്ലോഡ് ആക്കാനായിട്ട് കുറച്ച് പിക്സ് ചോദിക്കുന്നത്. സെൻഡ് മീ ബൾക്ക് ഇമേജസ് നമുക്കൊരു 6 കൊടുക്കാം. സോ 6 നമുക്ക് അനാലിസിസ് തരുന്നതായിരിക്കും. ജസ്റ്റ് സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആഡായി കൊടുക്കും. സത്യം പറഞ്ഞാൽ മാനസ് ടൂൾ അധികം മല്ലൂസിന് ആർക്കും അറിയില്ല. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. മാനസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എല്ലാത്തിനും അങ്ങോട്ട് ഇറങ്ങി റിസർച്ചും കള ചെയ്യുന്ന ടൂളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു AI ടൂളിന്റെ റിവ്യൂ കളൊക്കെ ഫുൾ ഇട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കണ്ട. കമന്റിൽ ടൂൾ എന്ന് കമന്റ് ചെയ്താൽ മതി, നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ജെമിനി ആൻഡ് മാനസ്. കാണാൻ പറ്റും ഇവിടെ നമ്മൾ 6 ബൾക്ക് ഇമേജ് ചോദിച്ചിട്ടുണ്ട്. 6 നമുക്ക് റേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് 6 യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ പിക്ക് നമുക്ക് ഒരു ദിവസം 6 പിക്ക് അപ്ലോഡ് ആകണമെങ്കിൽ 6 ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും, ഇത് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് താഴത്ത് കാണാൻ പറ്റും, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേറെ ചേഞ്ച് വേണമെങ്കിൽ, ലൈക്ക് നമ്മൾ എടുത്ത എക്സാമ്പിൾ അങ്ങനത്തെ ഇമേജ് വേണമെങ്കിൽ, അതായത് കുറച്ച് ടിപ്സും കാണാനൊക്കെ അപ്ലോഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് മോർ ടിപ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടിപ്സും സെൻഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ഗാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. വേണമെങ്കിൽ ഇത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊമോഷൻ ആണ്. അതിന്റെ നമുക്ക് പിൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം. ഗൈസ്, നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ പ്രോംപ്റ്റും നിങ്ങൾ നേരെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പിൻ അപ്ലോഡ് ആയ സെക്ഷൻ ആണ്. ഇവിടെ പിൻ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പിൻ അപ്ലോഡ് ആക്കാനായിട്ട് നമ്മൾ പോവാണ്. സോ ഇവിടെ ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, എല്ലാ സമയവും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ടൈറ്റിൽ നമുക്ക് നേരത്തെ, അതായത് നമ്മുടെ ക്ലൗഡ് തന്നെ തന്നിട്ടുണ്ട് ടൈറ്റിലും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അത്രേ നമുക്ക് ചെയ്യാനായിട്ടുള്ള, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. പിൻട്രസ്റ്റ് SEO തന്നെ തരുന്നുണ്ട്. ഓക്കെ, താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും. സോ SEO ടൈറ്റിൽസ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഓവർലേ ടൈറ്റിൽ കാണാൻ പറ്റും. 7 ഹെൽത്തി വെയിറ്റ് ലോസ് ഹാബിറ്റ്സ് കാണാൻ പറ്റും. ബിഗിനേഴ്സ് ഗൈഡ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കാണാം സ്റ്റാർട്ട് ഹിയർ 7 വെയിറ്റ് ലോസ് ടിപ്സ് ഫസ്റ്റ് ടൈമേഴ്സ്. ഇത് ക്ലിക്ക് ചെയ്യാം, നേരെ പിൻട്രസ്റ്റിൽ വരാം. ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്. ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിരിച്ചു നോക്കുകയാണെങ്കിൽ കാണാം, ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ജസ്റ്റ് കോപ്പി ചെയ്യുക, ദെൻ പേസ്റ്റ്. ഓക്കെ, വിത്ത് ഹാഷ്ടാഗ് ഉണ്ട്, അത് കുഴപ്പമില്ല, കിടക്കട്ടെ. ഇവിടെ കൊടുക്കുക. പിന്നെ നമുക്ക് ലിങ്ക് കൊടുക്കുക. ലിങ്കിന്റെ അവിടെ സ്ഥാനത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുക. ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് മറക്കണ്ട. വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാഗ് ടോപ്പിക് 1 ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ടാഗ് ടോപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ നമുക്ക് ക്ലൗഡിലേക്ക് ചെല്ലാം. ക്ലൗഡ് നമുക്ക് തരുന്നതൊക്കെയാണ്, ബട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ വെയിറ്റ് ലോസ് കൊടുക്കാം. വെയിറ്റ് ലോസ് അടിക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, വെയിറ്റ് നടിക്കാം. അപ്പോഴത്തേക്ക് ഒരുപാട് വെയിറ്റ് ലോസ് മോട്ടിവേഷൻ ഉണ്ട്, വെയിറ്റ് ലോസ് ടിപ്സ് ഉണ്ട്, വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഉണ്ട്, വെയിറ്റ് ലോസ് വർക്കൗട്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ സംഭവം കൊടുക്കാൻ പറ്റും. ഇനി ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ടാഗ് പ്രോഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ക്രിയേറ്റ് ഓപ്ഷൻ. സോ നമ്മുടെ ഫസ്റ്റ് പിൻ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്താണ് പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. യൂസേഴ്സ് വിസിറ്റ് ആക്കുമ്പോഴത്തേക്ക് എന്താണ് സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ പോകുന്നതായിരിക്കും. അടിപൊളിയല്ലേ? ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കേണ്ട എല്ലാ സംഭവവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റില്ല, ലേൺ മോർ ക്ലിക്ക് ചെയ്ത എല്ലാ സംഭവം അവർ തരുന്നതായിരിക്കും. കണ്ട ന്യൂട്രീഷൻ ബേസ്, പ്രോട്ടീൻ, എല്ലാ സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് തന്നെ വെബ്സൈറ്റിന്റെ പ്രോംപ്റ്റുകളെ കൊടുത്തിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഇവർ ആളൊക്കെ നോക്കിയതിനു ശേഷം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ പല പല സംഭവങ്ങളും നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പിൻട്രസ്റ്റിൽ പിൻസ് അപ്ലോഡ് ആക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് കാര്യങ്ങൾ അപ്ലോഡ് ആയി പോവാം. സോ ഗൈസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. സോ കുറച്ച് എന്തായി പോയിട്ടുണ്ട് ആൻഡ് എല്ലാ കാര്യങ്ങളും കവർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. അതായത് പ്രോംപ്റ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും തെറ്റരുത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ച്, അതായത് നിങ്ങളുടെ പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സെന്റൻസിലേക്ക് പ്രോംപ്റ്റ് മാറ്റരുത്. നിങ്ങൾക്ക് അതായത് ChatGPT യൂസ് ചെയ്തൊക്കെ പ്രോംപ്റ്റ് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതായത് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രോംപ്റ്റ് ChatGPT ചേഞ്ച് ആയി തരുന്നതായിരിക്കും. സോ അതാണ് പ്രോംപ്റ്റ്, AI പ്രോംപ്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല, നമ്മുടെ ChatGPT മാറ്റി തരുന്നതായിരിക്കും. സോ അങ്ങനെയൊക്കെ എല്ലാ പ്രോംപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഒരു പ്രോംപ്റ്റ് എല്ലാ സംഭവവും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അതിൻ്റെ പേണ്ട് പോവാണ്. ഇതുവരെ വീഡിയോ ലൈക്ക് കൊടുക്കുക ഫ്രണ്ട്സ്, ലൈക്ക് കാളാ കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹാപ്പി ആയിട്ട് മറക്കണ്ട. സോ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ പ്രൂഫ് സഹിതം കാണാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് ഇതിലും മികച്ച അടുത്തിട്ടൊക്കെ വീണ്ടും കാണാം. സീ യു ഗൈസ്.